നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. നാടും നഗരവും താണ്ടി വാർത്തകളും വിശേഷങ്ങളും തേടി പ്രയാണം തുടരുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിൽ കണ്ട് പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞ് അധികൃതരുടെ ശ്രദ്ധയിലേക്കാണ് ഓരോ റിപ്പോർട്ടുകളും പോകുന്നത്. ഒപ്പം ദുരിതക്കയങ്ങൾ നീന്തിക്കയറിയ പ്രതിസന്ധികളെ മറികടന്ന അതിജീവന കഥകളുടെ കാഴ്ചകളും കൂടിയാണ് റൈഡിംഗ് റിപ്പോർട്ടർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക്. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് ആദ്യം പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നഗരത്തിലെ നടപ്പാതകൾ യഥാർത്ഥത്തിൽ നടപ്പാതകളോ അതോ ചതിക്കുഴികളോ എന്ന ചോദ്യം നാട്ടുകാരിൽ നിന്ന് യാത്രക്കാരിൽ നിന്നുണ്ടാവുന്നു. നടപ്പാതകളിൽ സ്ലാബുകൾ ഇല്ലാത്തതും ഉള്ളവ ഇളകി മാറിയതും കാരണം അപകടം പതിയിരിപ്പുണ്ട്. വാഹനങ്ങൾ നടപ്പാതയിൽ പാർക്ക് ചെയ്യുന്നതും കാൽനട യാത്രക്കാർക്ക് ദുരിതമാവുകയാണ്. കോഴിക്കോട് നിന്നും സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. അനുദിനം വളരുന്ന കോഴിക്കോട് നഗരത്തിൽ ഈ പറയുന്നത് പോലെ കാൽനട യാത്രക്കാർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൽ നമ്മൾ അതാണ് പരിശോധിക്കുന്നത്. നമുക്ക് തിരക്കേറിയ ഇടങ്ങളിലേക്ക് പോകാം. ആ പറഞ്ഞത് 100% ശരിയാണ്. നടപ്പാതകളിൽ കാൽനട യാത്രക്കാർക്ക് ദുരിതം തന്നെ. സ്ലാബുകൾ ഇളകി മാറിയതാണ് പ്രധാന പ്രശ്നം. കൂടാതെ കച്ചവടക്കാരുടെ കയ്യേറ്റങ്ങളും കേബിൾ കുരുക്കും കൂടിയാകുമ്പോൾ കാൽനട യാത്ര ദുഷ്കരം തന്നെ. തിരക്കേറിയ പലയിടങ്ങളിലും നടപ്പാതകൾ ശോച്യാവസ്ഥയിലാണ്. നടപ്പാതയിൽ വിരിച്ച കോൺക്രീറ്റ് കട്ടകൾ പലയിടത്തും തകർന്നിട്ടുണ്ട്. സ്ലാബുകൾ തകർന്നുള്ള അപകടങ്ങൾ തുടർക്കഥ. ഡെയിലി ഒരു വണ്ടി എന്തെങ്കിലും ഇവിടെ വീഴും. ഞങ്ങളെ കണ്ടുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ ബേജാറായി പോവുക. കാരണം ഞങ്ങൾ ഇതിനെ എടുത്തുകൊണ്ട് പോയണ്ടേ. പിന്നെ വെച്ചാൽ ഈ റോഡിൻ്റെ ഈ സ്മെല്ലുള്ളതിനെ കൊണ്ട് ആൾക്കാരും കൂടെ കയറാനും മടിക്കുക ഷോപ്പിലേക്കൊക്കെ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരാതി ഇത് പരിഹാരം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കോർപ്പറേഷനിൽ പരാതി കൊടുത്തിരുന്നു, പിന്നെ കൗൺസിലർക്ക് കൊടുത്തിരുന്നു, പിന്നെ കളക്ടർ ആപ്പിൽ പരാതി കൊടുത്തു, മന്ത്രിൻ്റെ ആപ്പിൽ ഞങ്ങൾ പരാതി അയച്ചിരുന്നു. എന്നിട്ടും യാതൊരു മറുപടിയില്ല. ആൾനൂഴികളുടെ മൂടികൾ തെന്നിത്തെറിച്ചുള്ള അപകട സാധ്യത വേറെയുമുണ്ട്. കഴിഞ്ഞ ദിവസം നഗരത്തിലെ നടപ്പാതയിലെ ആൾനൂഴിയിൽ വീണ് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മഴയൊക്കെ വരുന്ന സമയത്ത് വെള്ളം നിറഞ്ഞു നിൽക്കൂ. അപ്പം ഇവിടെ തെന്നി വീകുന്നവരുണ്ട്, കുഴിയിൽ പെടുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണിത്. ഇത് കാരണം നടന്നു പോകാനൊക്കെ സ്കൂൾ കുട്ടികളായാലും എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. കുറേ കാലമായി ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ ഇടയ്ക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ ഇതിനാണ് പോവുക. പിന്നെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു പെണ്ണുങ്ങൾ ഇവിടെ വീണിട്ട് ഞാനവിടെ കൈയൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇനിയിപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ ആറ്റിൽ വെള്ളം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് വീണിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ ആംബുലൻസ് ഇട്ട് കൊണ്ടുപോയത്. എന്നാലും ആരും ശ്രദ്ധിക്കില്ല. ആരാ ശ്രദ്ധിക്കുന്നു? ഒരു കുട്ടികളും ശ്രദ്ധിക്കില്ല. ഞാൻ നടന്നു പോകും. പിറ്റേന്ന് ഇതേമാതിരി തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതന്നെ അവസ്ഥ ഇവിടെ തന്നെ. ഓടകളുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് വിരിച്ചാണ് പലയിടത്തും നടപ്പാത. തകരാറുകൾ അപ്പോൾ പരിഹരിക്കാത്തതാണ് പ്രശ്നം ഗുരുതരമാക്കുന്നത്. നടപ്പാത തടസ്സപ്പെടുത്തിയാണ് വൈദ്യുതി ട്രാൻസ്ഫോർമറുകളും ഇരുമ്പു പൈപ്പുകളും സ്ഥാപിച്ചിട്ടുള്ളത്. ചില ടെലിഫോൺ തൂണുകളിലും വൈദ്യുതി തൂണുകളിലും കേബിളുകൾ കുരുങ്ങിക്കിടക്കുന്നതും ഭീഷണിയാണ്. കാരണം ഏത് ഓവാരം നോക്കിയാലും പൊട്ടിക്കിടക്കും. ഇപ്പം മാവ് റോഡ് ഭാഗത്താണെങ്കിലും ഈ ബാങ്ക് റോഡ് ഭാഗത്താണ് ഈ കണ്ട വയറ് തടഞ്ഞ് എത്ര കുട്ടികളാണ് വീണ് പോകണമെന്ന് അറിയോ? ഒരുപാട് കുട്ടികൾ വീണ് പോണ സ്ഥലമാണ് ഈ റൂട്ട്. ഒരുപാട് കോളേജുകളും ഹോസ്പിറ്റലിലും പോണ വഴികളാണ്. ഇതൊക്കെ വളരെ മോശം കൊണ്ടാണ് പോണത് ഇവിടെ. നഗരത്തിൽ ഏറ്റവും തിരക്കേറിയ ഇടങ്ങളിലൊന്നാണ് പാളയം. മാർക്കറ്റും ബസ് സ്റ്റാൻഡും ഉൾപ്പെടുന്ന പാളയത്ത് ദിനംപ്രതി ആയിരക്കണക്കിന് പേരാണ് എത്തുന്നത്. ഇവിടെ എത്തുന്ന കാൽനട യാത്രക്കാർക്കും ദുരിതം ഇരട്ടിയാണ്. പാളയത്ത് നടപ്പാത കയ്യേറിയാണ് ചില പെട്ടിക്കടകൾ പ്രവർത്തിക്കുന്നത്. പാളയം പച്ചക്കറി മാർക്കറ്റിന് സമീപം ചില ഉന്തുവണ്ടികളും പഴം, പച്ചക്കറി എന്നിവയുടെ പെട്ടികളും നടപ്പാതയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പുതിയ സ്റ്റാൻഡിന് സമീപം നടപ്പാത കയ്യേറി ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുമുണ്ട്. കംപ്ലീറ്റ് 2 വീലർ ഓട്ടോമലാണ്. അതേപോലെ തന്നെ കച്ചവടക്കാർ രാവിലേക്കാണെങ്കിൽ അങ്ങോട്ട് എടുക്കാൻ കഴിയില്ല. പൂക്കച്ചവടക്കാരെ തിരക്കാണ്. എല്ലാവരും കൊട്ടയും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ കൊട്ട തന്നെയല്ല ഒരു ഇരിക്കാനുള്ള സ്റ്റൂള്, അത് കഴിഞ്ഞിട്ട് ഭയങ്കര കുട വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ആൾക്ക് നടക്കാനും പറ്റില്ല,
ക്രോസ് ചെയ്യാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ്. തിങ്ങി തെരഞ്ഞ ഒരു തിക്കും തിരക്കുള്ള ഒരു അങ്ങാടിയാണ് നമ്മളെ ഈ പാളയം മാർക്കറ്റ്. വൈദ്യുത തൂണുകളിലും മറ്റും സ്ഥാപിക്കുന്ന അനധികൃത ബാനറുകളും ഫ്ലെക്സുകളുമാണ് മറ്റൊരു വെല്ലുവിളി. പരിപാടികൾ കഴിഞ്ഞാലും ഇവ നീക്കം ചെയ്യാത്തത് അപകടഭീതി വർദ്ധിപ്പിക്കുന്നു. നഗരത്തിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം എത്താറായി. മാത്രമല്ല, വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ തിരക്കേറുകയുമാണ്. കോഴിക്കോട് നിന്ന് ഹരികൃഷ്ണനും മുനീഫ് തിരൂരിനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24. കോഴിക്കോട്ട് നിന്നും ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് തെക്കേ മലമ്പുഴ. കടലും കടൽ തീരവുമൊന്നും സ്വന്തമായില്ലാത്ത പാലക്കാട്ടുകാരുടെ ഇപ്പോഴത്തെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രം തെക്കേ മലമ്പുഴയിലെ റിസർവോയർ പ്രദേശമാണ്. നല്ല കാറ്റും മലനിരകളും എല്ലാം ആസ്വദിക്കാനാകുന്ന ഇടം കൂടുതൽ ടൂറിസം സാധ്യതകൾ അർഹിക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങളാണ് വൈകുന്നേരമാകുമ്പോഴേക്കും തെക്കേ മലമ്പുഴയിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നത്. തെക്കേ മലമ്പുഴയിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. തെക്കേ മലമ്പുഴയിൽ നിന്നും നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലമ്പുഴയിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന. നമുക്ക് റൈഡിംഗ് എടുക്കാനേ നേരെ മലമ്പുഴയ്ക്ക് അങ്ങ് പോയാലോ? നമ്മുടെ മലമ്പുഴയ്ക്കോ? മലമ്പുഴക്കല്ല, തെക്കേ മലമ്പുഴയിലേക്ക്. അപ്പോൾ അവിടെ ഭയങ്കര വൈബാന്ന് പറയില്ലേ, പോയോ? അപ്പോൾ തെക്കേ മലമ്പുഴയിലേക്ക്. തെക്കേ മലമ്പുഴ അങ്ങനെ ആളുകൾക്ക് അത്ര പരിചിതമല്ല. ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി മലിനീകരണമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പാലക്കാട്ടുകാർക്ക് വൈകുന്നേരങ്ങളിൽ നല്ല സുഖമായി വന്നിരുന്ന് കുറച്ചധികം സമയം ഫാമിലിയൊക്കെ ആയിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. അപ്പോൾ ആളുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. എടാ മോനെ, ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ സ്ഥലം. തെക്കേ മലമ്പുഴയിലെ റിസർവോയർ മേഖലയാണ്. പണ്ട് സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ നിരന്തരം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊരു ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമൊക്കെ ആയ ഇങ്ങനെ ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് കുടുംബത്തോടൊപ്പം ഒക്കെ ഒത്തുചേരുന്നുണ്ട്. അവർക്ക് കുറച്ചധികം സമയം ഈ പാലക്കാടിൻ്റെ ചൂടൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാടധികം ആളുകൾ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും, ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ചെറിയ ചെറിയ പരിപാടികൾ, ബർത്ത്ഡേ ആഘോഷം, വിവാഹ ചടങ്ങ്, അതൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഡെസ്റ്റിനേഷൻ, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രമായി മാറുകയാണ് ഇവിടെ. ഒരുപക്ഷെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇടപെട്ട് അല്പം കൂടി സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി നൽകിയാൽ അത് ഒരുപാടധികം ആളുകൾക്ക് അതൊരു സഹായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് എന്തായാലും ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. അവർക്ക് എന്താണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. പൊതുവേ ഈ ചൂട് ഇപ്പോൾ കുറച്ച് കമ്മിയായൊരു മൊമെൻ്റാണ്. മഴ പെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. മഴയും കൂടി കാണാൻ വേണ്ടി അവിടെ എത്തിയത്. ഇതിന് മഴ വരുന്നൊരു പ്രതീക്ഷയിലായിരിക്കുന്നത്. സത്യത്തിൽ നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പ്രത്യേക ഫീൽ അവിടെ വന്നിരിക്കുമ്പോൾ. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു? അറിയും, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അല്ല, മാലിന്യങ്ങളിൽ ഇല്ലാതെ നിലനിർത്തണം തന്നെ പറയാനുള്ളൂ. കാരണം ഇപ്പം നമുക്കറിയാമല്ലോ, ഹരിത കർമ്മസേന അതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ സംരംഭങ്ങളും അവരുടേതായിട്ടുള്ള അതായിക്കോട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഞങ്ങൾക്ക് കടലൊന്നും ഇല്ലല്ലോ. സാധാരണ ഞായറാഴ്ചകളിൽ കടലിലൊക്കെ പോകും മറ്റുള്ള ജില്ലക്കാരൊക്കെ. ഞങ്ങൾക്കതില്ലല്ലോ. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അപ്പം മലമ്പുഴയേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിറന്നാൾ ആഘോഷങ്ങൾ, വിവാഹ ആഘോഷം, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. അവരാണോ അത് അറേഞ്ച് ചെയ്തതെന്ന് അറിയില്ല. നിങ്ങളാണോ ഇത് സെറ്റ് ചെയ്തത്? നിങ്ങളാണോ? അല്ല, ഇവർ അറേഞ്ച് ചെയ്തതാണ്. ബ്രൈഡ് അറേഞ്ച് ചെയ്തത്. എങ്ങനെയുണ്ട് ഷൂട്ട് ചെയ്യാൻ? നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ഒക്കെ, നല്ല അടിപൊളി സ്ഥലത്താണ്. നല്ല ഗ്രീനറി. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇപ്പം എന്തായി മൊത്തത്തിൽ ആ വൈബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. നല്ല രസം, നല്ല വൈബാ. ഇനിയുള്ള കുറച്ചും കൂടി ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടത് കുറേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനിയും തീർച്ചയായും വരാനുള്ള സാധ്യതയുണ്ട്. ടൂറിസത്തിന് നല്ല ഡെവലപ്മെൻറ്റ് വരണം. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ വന്നാലും നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒന്ന് ഇരിക്കാനോ ഒന്ന് സ്പേസ് ഇല്ലാത്ത പോലെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ആൾക്കാർക്ക് ഇരിക്കാനും കാർ പാർക്ക് ചെയ്യാനും എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റിനുള്ള ഇതൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ നന്നാവും. യൂത്ത് കോൺഗ്രസ്
കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസിയൊക്കെ ആയിട്ടുള്ള വിനോദ് ചെറാട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, അവിടെ ഒരുപാട് സാധ്യതകൾ, ടൂറിസം സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? കുറച്ചും കൂടി എക്കോ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സഞ്ചാരികളെ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള ഒരു സ്പോട്ടും കൂടിയാണ്. കാരണം വാളയാർ മലനിരകളൊക്കെ ഇതൊക്കെയാണ് ഒരുപാട് വന്യജീവികൾ ഇഷ്ടം പോലെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടൂറിസമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. അമ്പിളിച്ചേലുള്ള അന്തർമണമുള്ള ഇമ്പത്തരുണിയാ പൂമുത്ത് ഹാജര. പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഒരു കടലില്ലാത്തവരാണ് പാലക്കാട്ടുകാരെന്ന്. അങ്ങനെയുള്ള പാലക്കാട്ടുകാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായി മാറുന്നുണ്ട് തെക്കേ മലമ്പുഴയിലെ ഈ റിസർവോയർ പ്രദേശം. അല്പം കൂടി ഡെവലപ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഈ മേഖല അർഹിക്കുന്നുണ്ട്. കാരണം അത്രയധികം ആളുകൾ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ സൗകര്യങ്ങൾ ഇവിടേക്ക് ഒരുക്കി നൽകിയാൽ അത് ഒരുപാട് സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കും. അതുമാത്രമല്ല, നല്ലൊരു ടൂറിസം കേന്ദ്രമാക്കി ഭാവിയിൽ ഇതിനെ വളർത്തിയെടുക്കാനും കഴിയും. എന്തായാലും ആ പോസിറ്റീവ് നോട്ടോടുകൂടി റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരിടത്ത് കാണാം. റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി പോകുന്നത് മലപ്പുറം നിലമ്പൂരിലേക്കാണ്. നിലമ്പൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചിട്ട് 30 വർഷം പിന്നിടുന്നു. 1.5 കിലോമീറ്ററിൽ റോഡ് നിർമ്മാണം നടത്തിയതൊഴിച്ചാൽ പിന്നീട് ബൈപ്പാസിനായി ഒരു നിർമ്മാണ പ്രവൃത്തിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സ്ഥലം വിട്ടു നൽകിയ നാട്ടുകാരാകട്ടെ ഇതുവരെ നഷ്ടപരിഹാര തുകയും ലഭിക്കാത്തതിൽ സമരത്തിനൊരുങ്ങുകയാണ്. മലപ്പുറം നിലമ്പൂരിൽ നിന്ന് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് എത്തി നിൽക്കുന്നത് മലപ്പുറം നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ട്. ഇതിന് എന്താണ് പരിഹാരം? നിലമ്പൂരിൽ ഒരു ബൈപ്പാസ് നിർമ്മിക്കുക. ഈ ഒരു ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കൃത്യമായി പറഞ്ഞാൽ 31 വർഷം. ഇതിനായി സ്ഥലം ഏറ്റെടുപ്പൊക്കെ പൂർത്തിയായി. സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായെങ്കിലും സ്ഥലം കൊടുത്ത ആളുകൾക്ക് ഇതുവരെ ഒരു നയ പൈസ പോലും ലഭിച്ചിട്ടില്ല. അപ്പം ഈ വിഷയമാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. റൈഡിംഗ് റിപ്പോർട്ടർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ള ആളുകൾക്കിടയിലാണ്. ഒരു കൂട്ടം സ്ത്രീകളാണ് ഇപ്പം നമുക്കൊപ്പം ഉള്ളത്. ഞങ്ങൾ ഈ ബൈപ്പാസിന് വേണ്ടി കാത്തുനിന്ന് വീട് പറ്റ നശിച്ചു. എല്ലാവരും ഈ കൂടി നിൽക്കുന്നവരുടെ വീടുകളൊക്കെ പോയതാണ്. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്താ ഞങ്ങളെ കൊണ്ട് കഴിയണില്ല. എവിടെ ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനുള്ള ഒരു സപ്പോർട്ട് കിട്ടണില്ല. അത് ഏത് പാർട്ടിക്കാരാണോ ഏത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലാണോ ഇതിന്റെ വേർതിരിവ് കിടക്കുന്നില്ല ഞങ്ങൾക്കൊന്ന് അറിഞ്ഞു കിട്ടിയാൽ അത്രയും ഉപകാരമായിരുന്നു. വിൽക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് പണയത്തിന് പൈസ കിട്ടൂല, ബാങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടൂല. പിന്നെ ഞങ്ങളെ കുട്ടികളെ പഠിത്തം, പിന്നെ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ട്, അതിനൊന്നും ഞങ്ങൾക്കൊരു മാർഗ്ഗമല്ലാതെ ഞങ്ങളിപ്പോൾ വീടെന്തും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ 35 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തിട്ട് സുബേദാറായിട്ട് റിട്ടയർഡായിട്ട് തിരിച്ച് 19 ഹെമറേജ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡിന് വയ്യാതെ സീരിയസ് ആയി. ഇപ്പോൾ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വീട് വിൽക്കാൻ പറ്റില്ല. ഹസ്ബൻഡിന് തീരെ സുഖമില്ല. സർവീസിലിരുന്നിട്ട് ആകെ സമ്പാദിച്ചത് ഈ ഒരു വീട് മാത്രം. പൈസ എന്തെങ്കിലും കിട്ടി തുടങ്ങി? പൈസ ഒന്നും കിട്ടിയില്ല. എന്നും ഇങ്ങനെ ആ ചാനലുകാർ വരും, അളക്കും, പോകും. അളന്ന് ഞങ്ങൾ തൊടുകൊക്കെ എല്ലാതായിട്ടുണ്ട്. അത്ര അളന്നിട്ടുണ്ട്. 4 പെൺകുട്ടികളാണ്. ഈ പൈസ കിട്ടുന്നില്ലതിന് ലോൺ എടുത്ത് നമ്മൾ കല്യാണം കഴിച്ചു. ഒരു കൊല്ലത്തിന് 1 ലക്ഷമാണ് പലിശ വരുന്നത്. അപ്പൊ ഇതിലെന്തെങ്കിലും തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇതുകൊണ്ട് സാർ ഇപ്പം ജപ്തിയാണ് അടുത്ത ആഴ്ച നോട്ടീസ് വന്ന് കിടക്കുകയാണിത്. പിന്നെ ഇവർ ഈ പൈസ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് ഈ വീട് പൊളിഞ്ഞാടിയപ്പം മാറി താമസിക്കണം എന്ന് പറഞ്ഞ് കുറേ ഞങ്ങൾ വാടകയ്ക്ക് പോയി. പിന്നെ അവിടെ അടുത്ത് സ്ഥലം കിട്ടാനുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളോട് ലോൺ എടുത്ത് നിങ്ങൾ വാങ്ങിക്കോളൂ, ഈ പൈസ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാമെന്ന്. അങ്ങനെ വാങ്ങിയപ്പോൾ ഞങ്ങൾ 12 ലക്ഷം വാങ്ങിയത്, 7 ലക്ഷം അടച്ചു. 5 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പലിശയുണ്ട്. ഇപ്പോൾ 15 ലക്ഷത്തിൻ്റെ നോട്ടീസ്. അടുത്ത ആഴ്ച ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ ഒരു 5 പേര് മലപ്പുറം ഞങ്ങൾ പോയി വന്നതിന് ശേഷം വന്നിനി ഓലെ അപ്പം ചോദിച്ചു ഞങ്ങൾ സ്ഥലത്തിൻ്റെ വില നിർണ്ണയിക്കാൻ വന്നാന്നാണ് പറയുന്നത്. പക്ഷെ വേറൊരു മറുപടി ഇല്ല. നമ്മളെ വീടൊക്കെ അങ്ങനെ തന്നെ പൊളിഞ്ഞാടി വീഴാറായ വീടാണ്. റോഡ് വരുന്ന കാരണം കൊണ്ട് കിണർ നന്നാക്കാൻ പറ്റുന്നില്ല.
ഒരു 4 റിങ് ഇറക്കി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടും. 4 പേരക്കാർ വെള്ളം കുടിക്കുന്നത് കിണറാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയ കവലയിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കൂടിയിട്ടുള്ള ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. 9 ഞങ്ങളൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇത് സമരം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇത്രയും കാലം ഞങ്ങൾ 31 വർഷം ഞങ്ങൾ സഹിച്ചു നിന്നു. ഇതുവരെ ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ MLA ആയാലും ഏത് ഒപ്പ് ആൾക്കാർ വന്നത് ഇതൊന്നും ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ വരുന്ന 2 മിനിറ്റ് മുന്നേ റവന്യൂവിൻ്റെ വണ്ടി ഇവിടെ വന്നു. ഞങ്ങൾ എന്തെങ്കിലും ഒരു സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓല് ഇന്ന് വരും നാളെ വരും പറഞ്ഞാണ്ട് റവന്യൂ വകുപ്പിന്ന് PWD വകുപ്പിന്ന് 2-3 ഉദ്യോഗസ്ഥന്മാരങ്ങോട്ട് പറഞ്ഞു വരും. എന്നിട്ട് ഓലിക്ക് എന്നും ഇത് വന്ന് ആളെ ഒരു കളിയാക്കി പോണ ഒരു പരിപാടി. ഈ തെരഞ്ഞെടുപ്പിനാണോ വോട്ട് ബഹിഷ്കരിച്ചത്? അതെ അതെ. ഇതിന് ഇനി അടുത്ത മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിനും പിന്നെ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിനും രണ്ടിനും ഇനി ബഹിഷ്കരിക്കും. ഇനി വരുന്ന തെരഞ്ഞെടുപ്പൊക്കെ ബഹിഷ്കരിക്കുകയാണ്. ഈ 5 വർഷം കൊണ്ട് എന്തായാലും വരും പറഞ്ഞതാണ്. ഇതുവരെ ഒരു നീക്കുപോക്കുകൾ നടന്നിട്ടില്ല. ഏറ്റവും കൂടി കഷ്ടപ്പെട്ട ആൾക്കാർ ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരാണ് കഷ്ടപ്പെട്ടത്. അൻവറിനൊക്കെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ജയിച്ചു. പിന്നെ ഇവിടെ 4 മീറ്റിംഗ് വെച്ച് അവനെ വിളിച്ച് വന്നില്ല. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ അവർ ഒരു ഉദ്യോഗസ്ഥന്മാർ വരും, ഓരോ കുറ്റിയിടും, അവർ തിരിച്ചു പോകും. എന്താ ചെയ്യുക? ഏറ്റങ്ങൾക്ക് എന്താ തിന്നുക എനിക്ക് മനസ്സിലാണില്ല. ഞങ്ങൾ കുറേ ആൾക്കാർ രാവും പകല അതിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുക. തോന്നിയമാര് വന്നാണ്ട് കുറേ കുറ്റിയടിക്കുക, വരിക പോവുക, 10 ആൾക്കാർ വരിക. എന്നിട്ട് ഇറ്റങ്ങളെ സത്യത്തിൽ ഇവിടെ കാണുമ്പോൾ സങ്കടമാണ്. ഇത്രയും കാലമായിട്ട് ഒരു മനുഷ്യൻ്റെ പകുതി ആയുസ് ഈ ബൈപ്പാസിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. 31 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നീക്കങ്ങളിലേക്ക് ഇവിടെയുള്ള ആളുകൾ കടക്കുകയാണ്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ അടുത്ത യാത്ര പത്തനംതിട്ടയിലേക്കാണ്. ഒരു ജില്ലാ ആസ്ഥാനത്തിന് വേണ്ട യാതൊരു സൗകര്യവുമില്ലാതെ വീർപ്പുമുട്ടുകയാണ് പത്തനംതിട്ട നഗരം. ഗതാഗതക്കുരുക്കും യാത്രാ ദുരിതവും ദിനംതോറും വർദ്ധിക്കുന്നു. നഗരത്തിന്റെ യാത്രാ ദുരിതം ഒപ്പിയെടുക്കാനാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. പത്തനംതിട്ടയിൽ നിന്നും ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് കടന്നു ചെല്ലുന്നത്, റൈഡ് ചെയ്തു പോകുന്നത് പത്തനംതിട്ട നഗരത്തിലേക്കാണ്. പത്തനംതിട്ട നഗരത്തിൻ്റെ പ്രശ്നങ്ങളിലേക്കാണ്, ആളുകളുടെ പ്രതികരണങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ കടന്നു ചെല്ലുന്നത്. നമുക്ക് പോയി വരാം. നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം യാത്രാ ദുരിതം തന്നെയാണ്. അബാൻ മേൽപ്പാലം നിർമ്മാണം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ പ്രദേശത്തെ നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. വിഷമത്തിൻ്റെ വേദനയുടെ കഥ. രണ്ടു വർഷക്കാലമായി അബാൻ മേൽപ്പാലം നിർമ്മാണം തുടങ്ങിയിട്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സമീപത്തു നിന്ന് തുടങ്ങി മുത്തൂറ്റ് ആശുപത്രിയുടെ പരിസരത്ത് അവസാനിക്കുന്ന തരത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് മേൽപ്പാലം എന്നാണ് വിശദീകരിച്ചിരുന്നത്. എന്നാൽ യാത്രാ ദുരിതം പരിഹരിക്കാൻ കൊണ്ടുവന്ന നൂതന ആശയം യഥാർത്ഥത്തിൽ വിപരീത അവസ്ഥയിലായിരിക്കുകയാണ്. റൈഡിംഗ് റിപ്പോർട്ടർ എത്തിയിരിക്കുന്നത് അബാൻ മേൽപ്പാലം നിർമ്മാണം നടക്കുന്ന പ്രദേശത്താണ്. ഇവിടെ യാത്രാ ദുരിതമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ, മറ്റു പരിഹാരങ്ങൾ തേടിയില്ലെങ്കിൽ വലിയ കഷ്ടത ജനങ്ങൾ ഇനിയും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ പ്രതികരണമാണ് നമുക്ക് തേടേണ്ടത്. നമുക്കിവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ മാത്രമല്ല, ഒരു നഗരസഭ കൗൺസിലറാണ്. നമസ്കാരം. അർജുന ചേട്ടാ, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിനേക്കാളും കുറച്ചും കൂടി സ്പീഡുണ്ട്. എങ്ങനെയാണ് ഇത് പെട്ടെന്ന് പൂർത്തിയാക്കിയില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ്? ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ, പത്തനംതിട്ട നിവാസികൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. നഗരത്തിന് പ്രത്യേകിച്ച് സ്ഥലം കുറവാണ്. ആ ഉള്ള സ്ഥലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടമാണ്. ഇവിടെ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ, മറ്റവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ വരുന്ന ടൈമുകളിൽ മാത്രം വികസന പ്രവർത്തനമാണ് നമ്മുടെ മേൽപ്പാലം എന്ന് പറയുന്നത്.
ഇലക്ഷൻ ഉള്ളൊരു ഒരു ട്രിക്കായിട്ടാണ് ഇപ്പോൾ മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷമായി ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ എത്ര ആൾക്കാർ പണിയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കാരണം അതിൽ ആൾ കുറവാണ്, 5-6 പേരേ ഉള്ളൂ. കുറച്ച് പേര് അവിടെ കമ്പി മുറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഇത് മാൻപവർ കൂട്ടി എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് നമ്മുടെ ഒരു ആഗ്രഹവും ആവശ്യവുമല്ല. പത്തനംതിട്ട നഗരത്തിലെ വ്യാപാര മേഖല ഉൾപ്പെടെ സർവ്വതും സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം ഈ പത്തനംതിട്ടയിൽ ഏറ്റവും മനോഹരമായ ഒരു റിംഗ് റോഡിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു അശാസ്ത്രീയമായ രീതിയിൽ ഇതുവരെ ഒരു റിംഗ് ഈ മേൽപ്പാലം പണിയത്. ഈ പണി പൂർത്തിയാക്കണം, ഇനി പൂർത്തിയാക്കാതെ രക്ഷയില്ല. ഇതിൻ്റെ 10% പോലും പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് സർവീസ് റോഡിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. ഗൂഗിൾ മാപ്പ് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓരോ ദിവസവും ഈ പത്തനംതിട്ട നഗരത്തെ മോശമാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് പോകാൻ ഒരു പാരലൽ റോഡ് ഇതുവരെ ചെയ്തിട്ടില്ല. 2, അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളെ വിളിച്ചിട്ട് അവരുടെ ആവശ്യം ഇത് വരേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, നിങ്ങളുടെ സജഷൻ എന്താണ്, ഇതൊന്നും ചോദിച്ചിട്ടില്ല. പത്തനംതിട്ടയിൽ വന്ന അയ്യപ്പ ഭക്തന്മാർ എങ്ങോട്ട് പോകണം, അവർ റോഡ് എങ്ങോട്ടാണെന്ന് പോലും അറിയാത്തൊരു രീതിയിലാണ് ഇന്ന് ഈ പത്തനംതിട്ട റിംഗ് റോഡ് ഇല്ലാതാക്കി ബഹുമാനപ്പെട്ട വീണ ജോർജ് കളഞ്ഞിരിക്കുന്നത്. മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണം. സമയബന്ധിതമായി മറ്റു റോഡുകളൊക്കെ നവീകരിക്കണം. ഇതല്ലെങ്കിൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കും യാത്രാക്ലേശവും അതുപോലെ തന്നെ തുടരും. സഞ്ജയ് ഇക്ബാലിനും രതീഷ് മാടമ്പശ്ശേരിക്കുമൊപ്പം സിജി ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ കാഴ്ചകൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്.